നമ്മുടെ ബിസിനസിന്റെ ഉള്ളിലുള്ള മെട്രിക്സുകളെ കുറിച്ച് നമുക്ക് ബോധ്യം വേണം. ചില കീ മെട്രിക്കുകൾ നമ്മൾ അളക്കാതെ പോകാൻ പാടില്ല. മെട്രിക്സിലാണ് കാര്യം കിടക്കുന്നത്. ഇതൊക്കെ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഞാൻ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഏതൊക്കെ മെട്രിക്സ് ആണ് ബിസിനസ്സിൽ അളക്കേണ്ടത്, അളക്കപ്പെടേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ആ ഒരു സീരീസ് നമ്മൾ ചെയ്യും കേട്ടോ. മേ ബി കപ്പിൾ ഓഫ് എപ്പിസോഡ്സ് ഐ വിൽ ഡു ഓൺ ദാറ്റ്. സോ ടുഡേ വി ഗോണ ഡിസ്കസ് ഓഫ് 10 metrics which you must give an attention, and you should actually go for a proper visibility on that. Okay, so as you all know, I am FR, the profit generator. I help service business owners to multiply their profits with a guaranteed 10x ROI, ensuring time freedom and wealth. So let's move into the session. 10 key metrics ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Okay, I'm sure that most of you might be aware of this, but if you are not aware, make sure that you are actually giving the attention and measuring it time to time. First thing, നിങ്ങളുടെ കമ്പനിയിലോട്ട് വരുന്ന ലീഡ്സ് അതിന്റെ എണ്ണം മാത്രമല്ല, അതിന്റെ സോഴ്സ് കൂടി നിങ്ങൾ അളക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഗെറ്റിംഗ് 1000 ലീഡ് ഇൻ എ മന്ത്, ഈ 1000 ലീഡുകൾ വന്ന വഴി ഏതാണ്? എത്ര ലീഡുകൾ നമുക്ക് ആഡ്സിലൂടെ വന്നു, എത്ര വെബ്സൈറ്റിലൂടെ വന്നു, എത്ര സെയിൽസ് ടീം മാർക്കറ്റിൽ പോയിട്ട് പുതിയ എൻക്വയറികൾ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവന്നു, എത്ര ലിങ്ക്ഡിൻ വഴി വന്നു, എത്ര റെഫറൻസ് വഴി വന്നു, എത്ര അസോസിയേഷൻ പാർട്ട്നേഴ്സ് വഴി വന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലീഡിന്റെ സോഴ്സ് അതെന്താണെന്ന് കൃത്യമായിട്ടും അളക്കണം. ഓക്കെ, ഇത് നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ CRM സോഫ്റ്റ്വെയറിലോ, ഏറ്റവും ചുരുങ്ങിയത് ഒരു എക്സലിലോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഡോക്യുമെന്റിലോ എവിടെയെങ്കിലും നിങ്ങൾ ഇതിനെ മെഷർ ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? യെസ്, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. വെൻ യു മെഷർ, you know that which source is working very well. For example, നിങ്ങളുടെ റെഫറൽ സിസ്റ്റം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റെഫറൽ ആയിട്ട് ഒരുപാട് പുതിയ എൻക്വയറികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ, എന്റെ റെഫറൽ സിസ്റ്റം അടിപൊളിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അവിടെ ഒരു പക്ഷേ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും കൂടുതൽ റെഫറൻസ് തരുന്ന ആളുകളെ ബിൽഡ് ചെയ്തെടുക്കാനും, ഒരുപക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലഞ്ച് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഡിന്നർ ഗ്യാതറിങ്ങോ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട്, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും എക്സിബിഷനിൽ, നെറ്റ്വർക്കിംഗ് ഇവന്റിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാനൊക്കെ ഉള്ള തീരുമാനങ്ങളിലോട്ട് നിങ്ങളെ നയിക്കുന്നുണ്ടാവുക ഈ ഒരു വിസിബിലിറ്റി ഉണ്ടാവുമ്പോഴാണ് അല്ലെ? ഇനി അതല്ല, ഇൻസ്റ്റഗ്രാം ആണ് നിങ്ങൾക്ക് നല്ലപോലെ റിസൾട്ട് തരുന്നെങ്കിൽ ഇൻസ്റ്റഗ്രാമിനെ നമ്മൾ നന്നായിട്ടൊന്ന് പാമ്പർ ചെയ്യണം, അവിടെ നമുക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവും. സോ യു ആക്ച്വലി ഷുഡ് ഹാവ് എ പ്രോപ്പർ വിസിബിലിറ്റി ഓൺ ദ എൻക്വയറീസ് ആസ് വെൽ ആസ് ദ സോഴ്സ് ഓഫ് ദ എൻക്വയറി. ഓക്കെ, make sure that you are measuring it. Second thing, നിങ്ങളുടെ ലീഡിന്റെ കൺവേർഷൻ എന്താണ്? ലീഡിന്റെ കൺവേർഷൻ എന്ന് പറയുമ്പം ഈ കൺവേർട്ട് ചെയ്യുന്ന ആളുകളെ വെച്ച് തന്നെ നിങ്ങൾ നോക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു 5 സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ ഈ ഓരോ സെയിൽസ്മാന്റെയും കൺവേർഷൻ കപ്പാസിറ്റി, ഒരു സെയിൽസ്മാൻ 100 ലീഡാണ് കഴിഞ്ഞ പ്രാവശ്യം ഡീൽ ചെയ്തത്, വേറൊരു സെയിൽസ്മാൻ 50 ഡീലാണ് കഴിഞ്ഞ മാസം ഡീൽ ചെയ്തത്. ഇതിൽ 50 ഡീൽ ചെയ്തവന് ചിലപ്പം 40 എണ്ണം കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, 100 എണ്ണം ഡീൽ ചെയ്തവന് 40 എണ്ണം കൺവേർട്ട് ചെയ്തെങ്കിൽ, മികച്ച കൺവേർട്ടർ ആരാണ്? 50 എണ്ണം ഡീൽ ചെയ്ത് 40 എണ്ണം കൊണ്ടുവന്നവനല്ലേ? ആ മെഷർമെന്റ് ആണ് നിങ്ങൾ നടത്തേണ്ടത്. അല്ലാതെ ഒരാള് ബിസിനസ്സിലോട്ട് കൊണ്ടുവന്ന കസ്റ്റമേഴ്സിനെ മാത്രമോ സെയിൽസിനെ മാത്രമോ അല്ല നമ്മൾ അളക്കേണ്ടത്, അവന്റെ പ്രൊഡക്ടിവിറ്റി നമ്മൾ അളക്കേണ്ടത് ഈ രീതിയിലുള്ള കൺവേർഷൻ നോക്കുമ്പോഴാണ്. ഓക്കെ, സോ ഓഫീസിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫാണ് ഒരു പക്ഷേ കൺവേർഷന് വേണ്ടിയിട്ട് മെനക്കെടുന്നതെങ്കിൽ അവിടെ പോലും നിങ്ങൾ ഈ കൺവേർഷൻ പെർസെൻറ്റേജ് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ അതിനെ അളക്കുക. മാത്രമല്ല, ഈ വന്ന ലീഡുകൾ ഉണ്ടല്ലോ, സോഴ്സ് വൈസ് നിങ്ങൾക്ക് അതിനെ അളക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന്, ഫേസ്ബുക്കിൽ നിന്ന് വന്ന ലീഡിനേക്കാൾ കൂടുതൽ കൺവേർട്ട് ആവുന്നത് ലിങ്ക്ഡിൻ നിന്ന് വരുന്ന ലീഡുകളാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കൺവേർട്ട് ആവുന്നത് റെഫറൻസ് ലീഡുകളാണ്. ഈ രീതിയിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഗോയിങ് ടു മേക്ക് എ ലോഡ് ഓഫ് റിസൾട്ട് ഇൻ യുവർ revenue. Okay, so that's where the magic lies in. So make sure that you are actually measuring these 2 things. And third thing, customers-നെ ABCD എന്നുള്ള രീതിയിൽ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലത്തെ സെഷനിൽ സംസാരിച്ചിട്ടുണ്ട്, ആരാണ് A ക്ലാസ് കസ്റ്റമർ, ആരാണ് B ക്ലാസ്, ആരാണ് C ക്ലാസ്, ആരാണ് D ക്ലാസ് എന്നുള്ളത് അല്ലെ? ഇത്രയുള്ള ചുരുക്കം. നിങ്ങളുടെ ഏറ്റവും പ്രീമിയം കസ്റ്റമേഴ്സ്, ലോയൽ കസ്റ്റമേഴ്സ് A ക്ലാസ് ആണ്. ലോയൽ അല്ല, അല്ലെങ്കിൽ അത്രത്തോളം പ്രീമിയം അല്ല, പക്ഷെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ തരുന്ന കസ്റ്റമേഴ്സ് B ക്ലാസ് ആണ്.
സി ക്ലാസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ കൺവീനിയൻസിനനുസരിച്ച് അവരോട് വരുവാണ്, അവർ ഏത് നിമിഷവും പോവാം. അതാണ് സി ക്ലാസ്. ഡി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് കസ്റ്റമേഴ്സ് ആണ്, നിങ്ങൾക്ക് അവരെ കൊണ്ട് വലിയ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ലാഭമില്ല, ഒരുപാട് മെനക്കെടുവാണ്, ആ രീതിയിലുള്ള ആളുകൾ. ഓക്കെ, സോ ടോട്ടൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിങ്ങൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക വഴി നിങ്ങൾക്ക് വീണ്ടും സ്ട്രാറ്റജിക്കലി ബിസിനസ്സിൽ മൂവ് ചെയ്യാൻ സാധിക്കും. നമ്പർ 4, inactive customers. Okay, I'm very sure that in every business there is at least a 20 to 30% customers are inactive minimum. Okay, അപ്പൊ നിങ്ങൾക്ക് ഒരു 100 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 20-30 പേര് ഇനാക്റ്റീവ് ആയിരിക്കും. ഇനാക്റ്റീവ് കസ്റ്റമേഴ്സിനെ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ മാത്രമാണ്, ആ ലിസ്റ്റ് എടുത്താൽ മാത്രമാണ് അവരെ എങ്ങനെ റീആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ഹോപ്പ്ഫുള്ളി ഇൻഷാ അള്ളാഹ് കമ്മിങ്സ് ഏതെങ്കിലും ഒരു സെഷനിൽ എങ്ങനെയാണ് ഇനാക്റ്റീവ് കസ്റ്റമേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ ഐ വിൽ ബി ഡെഫിനറ്റ്ലി ഗിവിംഗ് യു. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സെയിൽസ് വിസിറ്റ്. എത്രത്തോളം സെയിൽസ് വിസിറ്റ് നടക്കുന്നുണ്ട്, അറ്റംപ്റ്റ്സ് നടക്കുന്നുണ്ട്. അത് കോൾ ആവാം, കോളും ഒരു വിസിറ്റിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പെടുത്തുക കേട്ടോ. എത്ര കോൾ അറ്റംപ്റ്റ്, കോൾഡ് കോളോ ഹോട്ട് കോളോ വടവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ്മാൻ മാർക്കറ്റിൽ പോയിട്ട് എത്ര കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം. ഒരാളുടെ ആവറേജ് എടുക്കണം, ഒരു ടീമിന്റെ മൊത്തത്തിൽ എടുക്കണം, മൊത്തത്തിൽ കമ്പനി എത്രത്തോളം ആ ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് എന്നുള്ള ആ ഒരു മെഷർമെന്റ് നിങ്ങൾ രേഖപ്പെടുത്തണം, അറിയണം. ഓക്കെ, നമ്പർ 4, ഓരോ ഇൻഡിവിജ്വലിന്റെയും സെയിൽസിനെ നിങ്ങൾ, അവന്റെ ഗ്രോത്തിനെ നിങ്ങൾ അസസ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട്. ജൂലൈ മാസത്തിലെ സെയിൽസ് എന്താണ്, ഈ വർഷം 2023 ജൂലൈയിൽ എന്തായിരുന്നു സെയിൽസ്, അല്ലെങ്കിൽ ജൂലൈയിൽ എന്താണ്, അതിന്റെ മുമ്പെയുള്ള ജൂൺ മാസം 2024, 2 മാസവും തമ്മിൽ എന്തായിരുന്നു. ഇനി അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഐറ്റം, ഒരു പെർട്ടിക്കുലർ SKU, ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ SKUയുടെ മീനിങ്, ഒരു പെർട്ടിക്കുലർ ഐറ്റം, ആ ഐറ്റത്തിന്റെ ഇപ്പോഴത്തെ സെയിൽ എന്താണ്, കഴിഞ്ഞ മാസം സെയിൽ എന്താണ്, അതിന്റെ മുമ്പത്തെ മാസം സെയിൽ എന്താണ്, ഈ രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡിവിജ്വൽ പേഴ്സൻ്റെതാണെങ്കിലും ശരി, ഇൻഡിവിജ്വൽ ഐറ്റം സ്റ്റോക്ക് ഐറ്റത്തിന്റെ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് ഒരുപാട് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതും ശരി, നിങ്ങൾക്ക് ഒരുപാട് ഡിവിഷൻസ് ഉണ്ടെങ്കിൽ, ഒരുപാട് കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ, ഇതിന്റെ ഒക്കെ സെയിൽസ് ഗ്രോത്തിനെ നിങ്ങൾ മെഷർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്പർ 7, ഗ്രോസ് പ്രോഫിറ്റ്. അഗെയിൻ ഗ്രോസ് പ്രോഫിറ്റ് ആസ് എ ഹോൾ, കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്, ഇൻഡിവിജ്വലി ഓരോ സെയിൽസ്മാനും കൊണ്ടുവരുന്ന ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്, എന്നിട്ട് അയാൾ കൊടുക്കുന്ന ശമ്പളവും ബാക്കിയുള്ള ബെനിഫിറ്റും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, എത്രത്തോളം മെച്ചമുണ്ട്. മിനിമം ഒരു 5 തവണയെങ്കിലും അയാൾക്ക് കൊടുക്കുന്ന, നിങ്ങൾ ഓൾ സ്പെൻഡ് ചെയ്യുന്നത് $10,000 ആണെങ്കിൽ അയാൾ $50,000 എങ്കിലും മിനിമം കമ്പനിക്ക് തരണം എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ ആ രീതിയിലൊരു അച്ചീവ്മെന്റ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടോ. ഐറ്റം വൈസ് ഗ്രോസ് പ്രോഫിറ്റ് നോക്കണം, ഡിവിഷൻ വൈസ് നോക്കണം, ഇൻഡിവിജ്വൽ വൈസ് നോക്കണം, ഓക്കെ, ആസ് എ ഹോൾ നോക്കണം. ഇതെല്ലാം നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, എംപ്ലോയി ടേൺ ഓവർ. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫ് വന്നാൽ എത്ര വർഷം നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര മാസങ്ങളാണ് ആളുകൾ കൂടെ ഉള്ളത്, അതിനെക്കുറിച്ച് നിങ്ങൾ നടത്തണം. ഓക്കെ, കഴിഞ്ഞ 10 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഓവറോൾ എംപ്ലോയീസിന്റെ കൗണ്ട് എടുക്കുക, എന്നിട്ട് ബേസിക്കലി യു ക്യാൻ ആക്ച്വലി ഡു എൻ എംപ്ലോയി ടേൺ ഓവർ. അതൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ആശയമേ ഉള്ളൂ കേട്ടോ. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഇതിന്റെ സത്യം ഇതാണ്, എംപ്ലോയീസ് എത്രത്തോളം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്, എത്ര ലോങ് അവർ നിങ്ങളെ സ്ഥാപനത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അളക്കേണ്ട ഒരു മെട്രിക് ആണ്. ഈ ഓരോ മെട്രിക്കും അളക്കുമ്പോഴും അതിന്റെ പുറകിൽ നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാനും ഗ്രോ ചെയ്യാനുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. ആൻഡ് ഫൈനലി, ഓർ നോട്ട് ഫൈനലി, മേ ബി ദ 9th one is what is the overhead percentage over sales? What I mean by this, for example, നിങ്ങളുടെ ഓവർഹെഡ്സ് ആണ് ഒരുപക്ഷെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. എത്രയാണ് നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അത് സെയിൽസിന്റെ എത്ര ശതമാനമാണ്, നിങ്ങളുടെ സെയിൽസിന്റെ എത്ര ശതമാനം, സാലറി സെയിൽസിന്റെ എത്ര ശതമാനമാണ്, നിങ്ങളുടെ റെന്റ് സെയിൽസിന്റെ എത്ര ശതമാനമാണോ, ഇത് നിങ്ങൾ അളക്കണം. അളന്നിട്ട് നിങ്ങളുടെ ഇൻഡസ്ട്രി എന്താണോ, നിങ്ങളുടെ സ്പെസിഫിക് സെക്ടർ എന്താണോ, അതിന്റെ മാർക്കറ്റ് ട്രെൻഡ്, ഇതേ ഇൻഡസ്ട്രിയിൽ ബിസിനസ് നടത്തുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരോടോ ഒക്കെ അന്വേഷിക്കുകയോ ഒരു മാർക്കറ്റ് റിസർച്ചോ നടത്തിയിട്ട് യു ഹാവ് ടു ആക്ച്വലി മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് വിത്ത് ദ ട്രെൻഡ്. ഒരുപാട് സ്പെൻഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരുപാട് ഓവർഹെഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ കമ്പനി തീർച്ചയായിട്ടും സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ട് ഓവർഹെഡ്സ് ഓവർ ദ സെയിൽസ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മെഷർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ ദ 9 things which I am just sharing you this time. Inshallah, I'll be talking to you on more and more about the metrics in the coming episodes. I'm hoping that you guys are actually benefiting from the titles what we are discussing over here. So let me conclude by again introducing myself. I am a father profit generator. I help service business owners to multiply their profits with a guaranteed 10x ROI, ensuring time, freedom, and wealth. All the very best. Enjoy your business.